ഡോണറ്റ് മേക്കിംഗ് പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മാവിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയാലോ. ഇതാകണ്ടോ, ടോട്ടൽ ഇപ്പോൾ നമ്മൾ 1 അവറാണ് നമ്മൾ ടൈമർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 അവർ കഴിയും കേട്ടോ. വെയിറ്റ് ചെയ്യാം. 9 സെക്കൻഡ്, 8, 7, 6, 5, 4, 3, 2, 1. അപ്പോൾ നമ്മുടെ ടൈമർ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഒരു 1 മിനിറ്റും കൂടെ ഉണ്ട്. അത് കുഴപ്പമില്ല. മീൻസ് ഇനി ഒരു സെക്കൻഡ്സും കൂടെ ആണ് ബാക്കി. സെക്കൻഡുകളായി കഴിഞ്ഞാൽ നമ്മൾ എന്തേക്കും, നമ്മുടെ മാവ് തുറന്ന് നോക്കുന്നതായിരിക്കും. ഇതാ 8, 7, 6, 5, 4, 3, 2, 1, 0. ഓക്കെ, അപ്പോൾ നമ്മൾ 0 ആയിട്ടുണ്ട്. നമുക്ക് മാവ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് ചപ്പാത്തി കല്ലിട്ടൊന്നൊരു തിക്ക് ലെയർ ആയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതാണ് ചപ്പാത്തി കല്ല്. ഞാൻ ഇതിൽ കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. കുറച്ചധികം ഇടാം, നല്ല നമ്മുടെ മാവ് ഭയങ്കരമായിട്ട് കട്ടിയാവാതിരിക്കാൻ, അതായത് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനേ. ഓക്കെ, ഈ മാവിന് നമുക്ക് ഒത്തിട്ട് ഇങ്ങനെ പരത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളിതിനെ 2 ആക്കാൻ പോവാണേ. ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് കട്ട് ചെയ്യാം. നല്ലൊരു സോഫ്റ്റ് ലുക്കിൽ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. എനിക്കിനി പരത്താം. എന്താ, ആദ്യം ഫസ്റ്റ് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കിതൊരു റൗണ്ട് ഷേപ്പ് ആക്കാം. ഇതേപോലെയാണ്. ഒരു തിൻ ലെയർ ആയിട്ട് വേണം നമുക്ക് കിട്ടാൻ. ഭയങ്കര തിന്നാവരുത്, പക്ഷേ നല്ലൊരു കട്ടി പോലെ. അതാ നമ്മൾ പരത്തിയപ്പോൾ ഈ ഒരു ഷേപ്പാണ് വന്നത്. അപ്പോൾ നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞ് റൗണ്ട്സ് ആക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ റൗണ്ട് ആക്കുന്നത്. നമ്മൾ ഇത്ര ഒരു ഷേപ്പാണ് കേട്ടോ എടുക്കുന്നത്. എന്നാലും നമുക്ക് ഇവിടെ ഇച്ചിരി പേരുണ്ട്, അപ്പം നമുക്ക് എല്ലാവർക്കും തികയാനായിട്ടാണ് നമ്മൾ ഇത്ര ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഡോണറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഗ്യാസ് കത്തിക്കാം. നേരത്തെ ഫ്ലോപ്പായി, നമുക്കൊന്നും കൂടെ കത്തിക്കാം. ഓക്കെ, ചട്ടി വയ്ക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണേ. ഇത്രയും ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒത്തിരി നേരം എണ്ണ ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഈ ഡോണറ്റ്സിൻ്റെ മാവ്, ഈ ഡോണറ്റ് ഷേപ്പുകൾ നമുക്ക് അതിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. നമ്മളിവിടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് പൊങ്ങി വന്നിട്ടുണ്ട്. യമ്മി യമ്മി. ഇത് തിരിച്ചിട്ടെടുക്കാം. ഇതുപോലെ നല്ല ഈ ഒരു കളർ തന്നെ ഇവിടെ ചുറ്റിനും വരണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. എന്നിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ നോക്കുക. എന്നാലും നല്ല ഇതായിട്ട് പരുവത്തിന് വരത്തുള്ളൂ കേട്ടോ. ഈ ഒരു കളറിലാണ് വേണ്ടത്. ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത റോ ആയിട്ടാണ് നമ്മൾ ഇട്ടുപോകണം. നമ്മൾ ആദ്യം 2 എണ്ണമാണ് ഇട്ടത്, അപ്പോൾ നമുക്കൊന്ന് 3 ഇട്ട് കൊടുക്കാം. എന്താണ് സ്ഥിതി എന്ന് നോക്കാം ഗൈസ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് കഴിച്ചെടുക്കണം. ഇതിന് നമ്മൾ ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നല്ലൊരു കളറിൽ വരും. ഇപ്പം നോക്ക്, നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 3 എണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രയും ദിവസം കുറേ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നിലും
ഒരു ഗുണവും കിട്ടിയിട്ടില്ല, എല്ലാം ഫ്ലോപ്പാണ് ആയിട്ടുള്ളത്. പക്ഷേ ഇത് വേറെ ലെവല് സാധനം കണ്ട. ഇത് ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയെന്നുള്ളൂ, പക്ഷേ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുണ്ട്. ഇത്തിരി സോഫ്റ്റും ആണ്, നല്ല സോഫ്റ്റ് ആയിട്ട് എന്തായിരിക്കും. എൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആണ്. പക്ഷെ നമ്മൾ സാധാരണ കഴിക്കണ അത്രയും ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് റോ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ 2 റോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 3 എണ്ണം വെച്ചിട്ട് ഇട്ട് തുടങ്ങി. നെക്സ്റ്റ് റോ തേർഡ് ആയിട്ട് ഫിഫ്ത്ത് ആയി അല്ലേ? ഓക്കെ, 5th റോ ആണ്. നമ്മൾ ഫ്രൈ ചെയ്ത ഡോണട്ട് ഇതാ. അമേസിങ്. യെസ്, എടുത്തു. ആൻഡ് ഈ അടുത്തത് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് റോ. അപ്പോൾ ഗൈസ് ഇതാ ഇത്ര കൂടെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ ഇങ്ങനെ പതഞ്ഞു വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞു വരുന്നതെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ഇടണം, നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ മിൽക്ക് മെയ്ഡൊക്കെ തേച്ചിട്ട്, നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഇവിടെ തേച്ചിരിക്കുന്നത്. നമ്മുടെ ഫാമിലിയിലുള്ള അമ്മയും അവരൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് അവസാനം നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ടേ. അമ്മമ്മ നമ്മളെ ഡോണറ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കൂ. കൊള്ളാമോ മാമ? അടിപൊളി. ഷുഗർ വരുമെന്നുള്ള പേടി കാരണമാണ് നമ്മൾ കുറച്ച് മധുരം ഇട്ടത്. അപ്പോൾ അമ്മമ്മ കൊള്ളാമെന്ന് പറഞ്ഞു.